പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, CPIM-ൻ്റെ 23ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് അതിൻ്റെ ജനാധിപത്യ പ്രക്രിയയിലെ അടുത്ത ഘട്ടമായ ലോക്കൽ സമ്മേളനങ്ങൾക്ക് കേരളമെമ്പാടും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ജനാധിപത്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് CPIM അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് തലങ്ങൾ മുതൽ പാർട്ടി കോൺഗ്രസ് വരെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് വരുന്ന 3 വർഷക്കാലത്തേക്ക് പാർട്ടിയെ നയിക്കാനുള്ള സംഘടനാ സംവിധാനത്തെ തിരഞ്ഞെടുക്കുന്നത്. മറ്റൊരു പാർട്ടിക്കും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ബൂർഷ്വാ പാർട്ടികൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ജനാധിപത്യ പ്രക്രിയയാണ് CPIM-നെ സംബന്ധിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനാധിപത്യ വിരുദ്ധരാണ്. അതിനകത്ത് പാർട്ടിയുടെ ഏകാധിപത്യമാണ് നിലനിൽക്കുന്നത്. ചൈനയിൽ ജനാധിപത്യമുണ്ടോ? സോവിയറ്റ് യൂണിയനിലും ജനാധിപത്യം ഉണ്ടായിരുന്നോ? ക്യൂബയിൽ ജനാധിപത്യമുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോഴും ബൂർഷ്വാ പാർട്ടികളും വലതുപക്ഷ മാധ്യമങ്ങളും ഉയർത്തുന്നത്. അതിലേറ്റവും പരിഹാസ്യമായ കാര്യം, ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൂർഷ്വാ പാർട്ടികളായ കോൺഗ്രസിൻ്റെയും BJP-യുടെയും സംഘടനാ സംവിധാനങ്ങളെ മുകളിൽ നിന്ന് കെട്ടിയിറക്കാൻ അവരുടെ നേതൃത്വം തയ്യാറാവുകയും ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നേറെ വിഭിന്നമായി ഓരോ തലത്തിലും സമ്പൂർണമായ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ഒരു പക്ഷേ നമ്മുടെ മാധ്യമങ്ങളും പൊതുബോധവും സൃഷ്ടിച്ച ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പം. മാധ്യമങ്ങൾക്കും ബൂർഷ്വാ മാധ്യമങ്ങൾക്കും വലതുപക്ഷത്തിനും ജനാധിപത്യം, സ്വാതന്ത്ര്യം തുടങ്ങിയ വാക്കുകൾ ചൂഷണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. ജനാധിപത്യം എന്നത് ഭരണവർഗത്തിലെ ആര് ജനങ്ങളെ വരുന്ന കാലത്ത് ചൂഷണം ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ജനാധിപത്യം മാത്രമാണ്. ഇതാണ് അടിസ്ഥാനപരമായി ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ബൂർഷ്വാ പാർട്ടികളും തമ്മിലുള്ള വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഇവിടെ സെമിനാറിൻ്റെ ഭാഗമായി നാം സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ചാണ്. മറ്റൊരവസരത്തിൽ ഇന്ത്യയിലെ മാർക്സിസ്റ്റ് സൈദ്ധാന്തികരിൽ പ്രമുഖനായ പ്രഭാത് പട്നായിക്ക് സൂചിപ്പിച്ച ഒരു വാചകമാണ് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ആവർത്തിക്കണം എന്നെനിക്ക് തോന്നുന്നത്. അത് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയുണ്ടോ എന്നതല്ല കാതലായ ചോദ്യം, മറിച്ച് ഇടതുപക്ഷമില്ലാത്ത ഒരു ഇന്ത്യക്ക് ഭാവിയുണ്ടോ എന്നതാണ് കാതലായ ചോദ്യം. എന്താണ് ഈ ചോദ്യത്തിൻ്റെ പൊരുൾ? കഴിഞ്ഞ 300 വർഷത്തിലേറെയായി തുടർന്നുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത സാമൂഹിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ചൂഷണമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുതലാളിത്ത സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് കാർൽ മാർക്സ് പറയുന്നത് പ്രവാചകനും മിശിഹയും ലാഭമായിരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണ് മുതലാളിത്തം എന്നത്. മൂലധനം ലാഭമാർജിക്കുന്നതിനു വേണ്ടി അതിൻ്റെ മുതലാളിയെപ്പോലും കൊല്ലാൻ മടിക്കാത്ത, മനുഷ്യനെ
കൊന്നു തിന്നുന്ന, ചൂഷണം മാത്രം യുക്തിയായ, ലാഭം മാത്രം ലക്ഷ്യമായ ഒരു സാമൂഹിക വ്യവസ്ഥയുടെ പേരാണ് മുതലാളിത്തം. അതുകൊണ്ട് ഇന്ത്യയിൽ അടിസ്ഥാനപരമായി 2 പാർട്ടികൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ഒന്ന്, ഇന്ത്യയിലെ ഭരണവർഗത്തിൻ്റെ പാർട്ടികൾ. 2, ഇന്ത്യയിലെ ചൂഷിതവർഗത്തിൻ്റെ പാർട്ടി. ഭരണവർഗം എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥയെ കമ്മ്യൂണിസ്റ്റുകാർ വിശകലനം ചെയ്യുന്നത് അത് ഒരു ബൂർഷ്വാ ഭൂവുടമ വ്യവസ്ഥ എന്ന നിലയ്ക്കാണ്. ഫ്യൂഡലിസത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും നിലനിൽക്കുന്ന ഒരു സാമൂഹിക ഘടനയാണ് ഇന്ത്യ. ജാതിയുടെ, മതത്തിൻ്റെ, വംശത്തിൻ്റെ, ലിംഗത്തിൻ്റെ, പ്രാദേശികതയുടെ ഒക്കെ ചൂഷണ രൂപങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മുതലാളിത്തം ഇന്ത്യയിൽ വളർന്ന് വികസിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 70 വർഷക്കാലമായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ ഈ ഭരണവർഗത്തിൻ്റെ, ബൂർഷ്വാ ഭൂവുടമ വർഗത്തിൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനവർ ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ബൂർഷ്വാ വർഗത്തിൻ്റെയും ഭൂവുടമ വർഗത്തിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ആദ്യകാലം മുതൽ തന്നെ അവരെടുത്തിട്ടുള്ള നിലപാട്. എന്നാൽ കോൺഗ്രസിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി ആ ഭരണവർഗ താൽപ്പര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൽ തന്നെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങളെ കൂടുതൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ ഈ ബൂർഷ്വാ വിഭാഗങ്ങളിൽപ്പെട്ട തങ്ങളോടൊപ്പം നിൽക്കുന്ന വളരെ ചെറിയ ഒരു വിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുകയും അതിനുവേണ്ടി ഇന്ത്യയെ മതത്തിൻ്റെ, ജാതിയുടെ, വംശീയതയുടെ, ലിംഗത്തിൻ്റെ, പ്രാദേശികതയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് ഒരു ഏകാധിപത്യ സമാനമായ ഭരണത്തെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ചൂഷണത്തെ നടത്തുക എന്നതാണ് BJPയുടെ അക്രമോത്സുകമായ ഭരണത്തിൻ്റെ രൂപം. അടിസ്ഥാനപരമായി അവരുടെ സാമ്പത്തിക നയങ്ങൾ, പ്രത്യേകിച്ച് നവലിബറൽ നയങ്ങളോടുള്ള സമീപനത്തിൽ യാതൊരുവിധ മാറ്റവും ഇന്ത്യയിലെ ഈ ബൂർഷ്വാ പാർട്ടികൾക്കിടയിൽ നിലവിലില്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഉദാഹരണത്തിന് 1991 ഇന്ത്യയിൽ ഉദാരവൽക്കരണ, ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ നവലിബറൽ നയങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൂടുതൽ പാപ്പരീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. 1991 നവലിബറൽ നയങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്നത് 9 ശതകോടീശ്വരന്മാരായിരുന്നു. ശതകോടീശ്വരന്മാർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡോളറിൽ ശതകോടീശ്വരൻ എന്നത് കണക്കാക്കുക. സ്വാഭാവികമായും 7500 കോടി രൂപയെങ്കിലും കയ്യിലുള്ള ആളുകളെയാണ് നമ്മൾ ശതകോടീശ്വരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. 1991 കോൺഗ്രസ് ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 9 ശതകോടീശ്വരന്മാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം അത് 1007 ശതകോടീശ്വരന്മാർ എന്ന നിലയിലേക്ക് വളർന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷത്തെ കോവിഡ് കാലയളവിൽ ഇന്ത്യയിൽ ഓരോ മാസവും ലക്ഷക്കണക്കിന് മനുഷ്യർക്കാണ് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായത്. കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം 75 ലക്ഷം തൊഴിലാണ് ഇന്ത്യയിൽ ഇല്ലാതായത്. ഇങ്ങനെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ മനുഷ്യർ ജീവിക്കുന്ന സമയത്തും ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രോണി ക്യാപിറ്റലിസ്റ്റുകളിൽ ഒരാളായ ഗൗതം അദാനിയുടെ സമ്പത്ത് 260% കണ്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ 1ാമത്തെ ശതകോടീശ്വരനായ മുകേഷ് അംബാനി, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അതിൻ്റെ 4/1 സമ്പാദിച്ചത് ഈ കോവിഡ് കാലയളവിലാണ് എന്ന കാര്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. 100 കണക്കിന് കിലോമീറ്റർ, ചിലപ്പോഴൊക്കെ 1000 കണക്കിന് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് മഹാനഗരങ്ങളിൽ നിന്നും
ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് ഇന്ത്യയിലെ കുടിയേറ്റ തൊഴിലാളികൾ നടന്നു പോകേണ്ടി വന്ന ദയനീയമായ ദൃശ്യം നമ്മുടെ മുമ്പിൽ ഉണ്ട്. തൊഴിലില്ലാതെ മനുഷ്യർ പട്ടിണി കിടക്കുന്ന, ദാരിദ്ര്യത്തിൻ്റെ പരകോടിയിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്ന ഈ സാമൂഹിക സാമ്പത്തിക നയങ്ങൾക്കിടയിലും ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ കണക്ക് ഓരോ വർഷവും ഇരട്ടിയായിക്കൊണ്ട് വർദ്ധിക്കുകയാണ് എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള സമകാലിക അനുഭവം സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളൊന്ന് ഇന്ത്യയിലെ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കി എന്നത് തന്നെയാണ്. ഈ നവലിബറൽ നയങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് കോൺഗ്രസ്സാണ് 1991 ശേഷം. എന്നാൽ ഈ നവലിബറൽ നയങ്ങളെ ഏറ്റവും അക്രമോത്സുകമായ രീതിയിൽ ഇന്ത്യയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ സംഘപരിവാരവുമാണ്. ഇന്ത്യയിലെ മറ്റ് പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെ നിങ്ങൾ നോക്കൂ, അവർക്കാർക്കും ഈ നവലിബറൽ നയങ്ങളെ സംബന്ധിച്ച്, ഇന്ത്യയിലെ വർഗീയതയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നതാണ് വസ്തുത. അതിനിടയിലാണ് ഇതിനെതിരെ നിരന്തരമായി നീറിൻ്റെ നിർബന്ധ ബുദ്ധിയോടെ, ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷം നമ്മുടെ മുമ്പിലുള്ളത്, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ചൂഷിത വർഗത്തിൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഇന്ത്യയിൽ അടിസ്ഥാനപരമായി 2 പാർട്ടികൾ, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകൾ മാത്രമാണുള്ളത്. ഒന്ന് ഭരണവർഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബൂർഷ്വാ പാർട്ടികൾ, 2 ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിൻ്റെ, തൊഴിലാളികളുടെ, മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷം. ഇതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ചൂഷിതരായ മനുഷ്യർ നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ, ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി നിലനിന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് മാർക്സ് മൂലധനം എഴുതുന്നത്. ഓരോ കാലത്തും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ ലോകമെമ്പാടുമുള്ള ബൂർഷ്വാ ചിന്തകർ പറഞ്ഞു, മാർക്സിൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു, മാർക്സിസം കാലഹരണപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 150 വർഷമായും നമ്മൾ അത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഓരോ ദിവസവും മാർക്സ് ചിന്തകളുടെ പ്രസക്തി ലോകത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. മൂലധനം നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥ, മൂലധനം നയിക്കുന്ന സാമൂഹിക വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്തോളം മാർക്സിസത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം അടിസ്ഥാനപരമായി തിരിച്ചറിയേണ്ടത്, ഈ പക്ഷത്ത്, ഈ 2 പക്ഷത്തുമായി നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിനകത്ത് നിങ്ങൾ ഏതു പക്ഷത്ത് നിൽക്കുന്നു എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം. അത് അംഗബലങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, പാർലമെൻ്ററി ജനാധിപത്യത്തിലെ പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യയശാസ്ത്രപരമായ വൈരുദ്ധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ നാം അതുകൊണ്ട് 2ആയി തരം തിരിക്കേണ്ടി വരുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധിയായ സമരങ്ങൾ ഇന്ത്യയുടെ തെരുവുകളിൽ സംഘടിപ്പിക്കപ്പെട്ടു. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ, എല്ലാ കാലത്തും യൂണിവേഴ്സിറ്റികൾ സ്വതന്ത്ര ചിന്തയുടെ, തെളിമയാർന്ന പുതിയ ചിന്തകളുടെ, പ്രതിരോധത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ കേന്ദ്രങ്ങളായാണ് വർത്തിച്ചിരുന്നത്. ആ യൂണിവേഴ്സിറ്റികളെ മുഴുവൻ അടിച്ചമർത്തി അവിടെ പ്രതിഷേധത്തിൻ്റെ സ്വരം സംഘടിപ്പിക്കുന്ന ആളുകളെ ദേശവിരുദ്ധരായി ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാണ് ഇന്ത്യയിലെ സംഘപരിവാർ ഭരണകൂടം ശ്രമിച്ചത്. അന്ന് ആ യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ ഇന്ത്യയുടെ പ്രതിഷേധത്തിൻ്റെ സ്വരമായി മാറിയത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ കർഷക സമരം നടക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഇന്ത്യയിൽ അതിരൂക്ഷമായ, ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭങ്ങൾ ഇന്ത്യക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആ കർഷക പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ ഇന്ത്യയിൽ നിൽക്കാൻ കഴിയുന്നത് താരതമ്യേന ദുർബലമെന്ന് പാർലമെൻ്ററി ജനാധിപത്യത്തിലെ പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരും വിശേഷിപ്പിക്കാറുള്ള ഇടതുപക്ഷമാണ് ആ സമരത്തിൻ്റെ മുൻപന്തിയിലെന്നത് നാം അഭിമാനപൂർവ്വം ഓർക്കേണ്ട ഒന്നാണ്. എന്താണ് കോൺഗ്രസ്സിന് ഈ കർഷക നയങ്ങളോടുള്ള നിലപാട്? ഇന്ത്യയിൽ ആദ്യമായി കർഷക ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് 90കളുടെ അവസാനത്തോടു കൂടിയാണ്. ആ കർഷക ആത്മഹത്യകളുടെ പരിപൂർണമായ ഉത്തരവാദിത്വം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായിരുന്നു. ആ നയങ്ങൾ അന്ന് നടപ്പിലാക്കി ഇന്ത്യയിലെ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ തയ്യാറായത് കോൺഗ്രസ്സാണ്. പക്ഷേ എന്നിട്ട് പോലും ഇന്ത്യയിലെ കർഷകർ ആത്മഹത്യയിലേക്ക് പൂർണ്ണമായും തിരിയാതെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തീരാൻ ശ്രമിച്ചു. സ്വന്തം ഗ്രാമങ്ങളിലെ ഒരു തുണ്ട് ഭൂമിയെ മാറോടടക്കി പിടിച്ചുകൊണ്ട് തന്നെ അവർ ഇന്ത്യയിലെ മഹാനഗരങ്ങളിലെ മീനിയൽ ലേബേഴ്സ് എന്ന് വിളിക്കാവുന്ന കോൺക്രീറ്റ് പണിക്കും ശുചീകരണ തൊഴിലിനും ഒക്കെ പോകാൻ കഴിയുന്ന തൊഴിലാളികളായി, അസംഘടിത തൊഴിലാളികളായി മാറാൻ നിർബന്ധിതരായി. നമ്മുടെ ചെറുനഗരങ്ങളിൽ ഉൾപ്പെടെ, കേരളത്തിൽ ചെറുനഗരങ്ങളിൽ ഉൾപ്പെടെ അതിരാവിലെ എഴുന്നേറ്റ് തൊഴിലിന് പോകാൻ തയ്യാറായി വരുന്ന അതിഥിത്തൊഴിലാളികൾ എന്ന് നാം വിശേഷിപ്പിക്കുന്ന മനുഷ്യർ അവനവൻ്റെ നാട്ടിലെ ചെറുകിട കൃഷിക്കാരായിരുന്നു ഒരു കാലത്ത് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ മനുഷ്യരെങ്ങനെയാണ് ഈ നഗരങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിതരായത്? അവരുടെ കൃഷിയിൽ നിന്നുള്ള വരുമാനം ഇല്ലാതായതോടുകൂടി. അങ്ങനെ അവരെ കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ആട്ടിയോടിച്ചതാരാണ്? അതിന് കാരണമായത് എന്താണ്? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം, ഏതാണ്ട് 70% നേരിട്ടോ അല്ലാതെയോ ആശ്രയിക്കുന്ന ഇന്ത്യൻ കാർഷിക മേഖലയുടെ നടുവൊടിച്ചത് കോൺഗ്രസിൻ്റെ നവലിബറൽ നയങ്ങളാണ്. പക്ഷേ എന്നിട്ടും ആ ഭൂമിയുടെ അവകാശം ഇന്ത്യയിലെ ചെറുകിട കൃഷിക്കാർ സ്വന്തമാക്കി വെച്ചു. അവസാനത്തെ മണ്ണാണിത്. തലമുറകളായി കൈമാറി വരുന്ന മണ്ണ്. ആ മണ്ണിനെയാണ് അവർ മാറോടടുക്കി പിടിച്ചത്. പക്ഷേ ആ മണ്ണിനെയും കൊള്ളയടിക്കാനുള്ള ശ്രമമാണ് ഈ കർഷക ബില്ലിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ സംഘപരിവാരം നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക്, ഇന്ത്യക്ക് വളരെ ചരിത്രപരമായൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ഭൂമിയിൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള, വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന് മനുഷ്യാധ്വാനത്തിൻ്റെ ഭാഗമായാണ്. അധ്വാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ. രണ്ടാമത്തേത് അതിനാവശ്യമായ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിരിക്കുക എന്നതാണ്. ഫെർട്ടൈലായ, ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലോ മറ്റിടങ്ങളിലോ ഒന്നുമില്ലാത്ത, ലോകത്തെ എല്ലാത്തരം വിളകളെയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ആ മണ്ണിനെ കോർപ്പറേറ്റുകൾക്ക് നേരിട്ട് കൊള്ളയടിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ കാർഷിക ബില്ലുകളുടെ 3 ബില്ലുകളുടെ ഭാഗമായി ഇന്ത്യയിലെ മോദി ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഇന്ത്യയിലെ കർഷകർ കഴിഞ്ഞ 2 വർഷത്തോളമായി ഐതിഹാസികമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തോട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ബൂർഷ്വാ പാർട്ടികൾ എടുത്ത നിലപാടെന്താണ് എന്ന കാര്യം നാം ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ? കോൺഗ്രസിൻ്റെ ഏതു നേതാവാണ് ഡൽഹിയുടെ അതിർത്തിയിൽ പൊരിവെയിലത്തും മഞ്ഞത്തും മഴയത്തും സമരം ചെയ്യുന്ന കർഷകർക്കൊപ്പം ഐക്യപ്പെടാൻ തയ്യാറായി ആ സമരവേദിയിലേക്ക് പോയിട്ടുള്ളത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കഴിഞ്ഞ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റെ, ഇപ്പോൾ നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധി എന്ന ഇവിടുത്തെ ലിബറലുകളും ബൂർഷ്വാ മാധ്യമങ്ങളും ഫാസിസത്തെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ രീതിയിൽ വാർത്താ പ്രചരണം നൽകി സ്വീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധി വാരാണസിയിൽ പോയി നെറ്റി നിറയെ ചന്ദനം ചാർത്തി ഋഗ്വേദത്തിലെയും മറ്റ് ഹൈന്ദവ കീർത്തനങ്ങളും ആലപിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വീണ്ടും പരിപോഷിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടാണ് സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിനെ പരാജയപ്പെടുത്തിയതുകൊണ്ട് മാത്രം
ഇന്ത്യയിലെ ഫാഷിസ്റ്റ് മുന്നേറ്റത്തെ ഇല്ലാതാക്കാം എന്ന തെറ്റിദ്ധാരണയാണ് കോൺഗ്രസ് വെച്ചുകൊണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഭരണവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതു പാർട്ടിയാകട്ടെ, അത് BJP ആകട്ടെ, നാളെ ഇതിനേക്കാൾ നല്ല രീതിയിൽ ആ ചൂഷണത്തിന് സഹായകരമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏതുമാകട്ടെ അവരെ സ്വീകരിക്കാം എന്ന നിലപാടുണ്ട്. അതാണ് കോൺഗ്രസും ഉപയോഗിക്കുവാൻ ഇന്ത്യയിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്, തൊഴിലാളികളുടെ സമരങ്ങൾ നടക്കുന്നുണ്ട്. 1839 ഇന്ത്യയിലെ റെയിൽവേ തൊഴിലാളികൾ സമ്പൂർണമായ ഒരു പണിമുടക്കിലേക്ക് നീങ്ങിയത്. 1921 ബോംബെയിലെ ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികൾ ഇന്ത്യയിൽ പണിമുടക്കി. ആ പണിമുടക്കിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഏതാണ്ട് 3.5 ലക്ഷത്തോളം തൊഴിലാളികൾ പണിമുടക്കി. സമ്പൂർണമായ പണിമുടക്കായിരുന്നു 1920-കളിൽ തന്നെ ഇന്ത്യയിലുണ്ടായത്. അത്തരം നിരവധിയായ പോരാട്ടങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യയിൽ തൊഴിൽ നിയമങ്ങൾ കൊളോണിയൽ കാലം മുതൽ ആരംഭിക്കപ്പെടുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റുകളുടെ ഭാഗമായി ആ ഗവൺമെൻറ്റുകൾ ഇന്ത്യയിലെ ശക്തമായ തൊഴിലാളി വർഗ പണിമുടക്കുകളുടെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിരവധിയായ തൊഴിൽ നിയമങ്ങൾ, അങ്ങനെയുള്ള 44 തൊഴിൽ നിയമങ്ങൾ, മനുഷ്യന് അന്തസ്സായി തൊഴിൽ ചെയ്യാൻ അനുവദിക്കുന്ന 44 തൊഴിൽ നിയമങ്ങൾ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇല്ലാതായി. ഒരു മാധ്യമങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ആരും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇന്ത്യയിലെ ഇടതുപക്ഷം, CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് അതിനെതിരായ സമരത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 44 തൊഴിൽ നിയമങ്ങൾ, കൊളോണിയൽ കാലം മുതൽ ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ട 44 തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയിൽ ഇല്ലാതാവുകയും പകരം 4 ലേബർ കോഡുകളായി, നോക്കൂ ആ വാക്കിൽ തന്നെയുള്ള മാറ്റം നമുക്ക് മനസ്സിലാകും, 4 ലേബർ കോഡുകളായി പകരം അതിനെ മുന്നോട്ട് വെക്കുകയും ചെയ്യുക എന്ന നയമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് തയ്യാറാകുന്നത്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നത് 19-ാം നൂറ്റാണ്ടിൽ തന്നെ തൊഴിലാളി വർഗം ഉന്നയിച്ച മുദ്രാവാക്യമാണ്. മനുഷ്യനെ അടിസ്ഥാനപരമായി വിശ്രമിക്കാൻ, പുനരുജ്ജീവിപ്പിക്കാൻ, കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനായി അടുത്ത ദിവസം തൊഴിലിന് പോകാൻ, അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, വായിക്കാൻ, സംഗീതം കേൾക്കാൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ, വിശ്രമിക്കാൻ ഒക്കെയുള്ള സമയം മനുഷ്യൻ എന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്തിലാണ് 8 മണിക്കൂർ ജോലി, ബാക്കി 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന നിലയിലേക്ക് നമ്മൾ മാറ്റിയത്. വിനോദം എന്നതിനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. മനുഷ്യന് ആവശ്യമായ വലിയ കാര്യമാണത്. മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിലെ ചിന്തകൾ, എഴുത്തുകൾ, സംഗീതം ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ലിഷർ എന്ന പ്രക്രിയയുടെ കൂടി ഭാഗമായ. അതുകൊണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. ആ 8 മണിക്കൂർ അവകാശമെന്നത് ഇന്ത്യയിൽ സ്ഥാപിച്ചു കൊടുക്കുന്ന നിയമങ്ങൾ പോലും ഇല്ലാതാവുകയാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന കൂലി, കുറഞ്ഞ കൂലി നിശ്ചയിക്കുന്നതിന് 1950-കളിൽ തന്നെ ഇന്ത്യയിൽ നിർണയിക്കപ്പെട്ട മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനാവശ്യമായ പോഷകാഹാരം, ധാന്യങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്ര കലോറി, 2300 കലോറി ഇന്ത്യയിലെ ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനാവശ്യമായ ധാന്യങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ, എണ്ണകൾ വാങ്ങാൻ ആവശ്യമായ പണം, വാടക കൊടുക്കാൻ ആവശ്യമായ പണം, യാത്ര ചെയ്യാൻ ആവശ്യമായ പണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മിനിമം കൂലിയെ നിശ്ചയിക്കാൻ ഇന്ത്യയിലെ സർക്കാരുകൾ തയ്യാറായിട്ടുള്ളത്. ആ നിയമവും ഇന്ത്യയിൽ മാറ്റപ്പെടുകയാണ്. ഇങ്ങനെ മനുഷ്യനെ തൊഴിലാളി എന്ന നിലയിൽ അടിസ്ഥാനപരമായി ഡിഗ്നിറ്റിയോടെ, അന്തസ്സോടെ തൊഴിലെടുക്കാൻ പ്രാപ്തനാക്കുന്ന തൊഴിൽ നിയമങ്ങൾ മാറ്റി, 44 തൊഴിൽ നിയമങ്ങൾ മാറ്റി പകരം 4 ലേബർ കോഡുകൾ എന്ന രീതിയിലേക്ക് മാറ്റാൻ തയ്യാറാകുന്ന ഇന്ത്യയിലെ നരേന്ദ്രമോദി ഭരണത്തിനെതിരെ, ഇന്ത്യയിലെ ഹിന്ദുത്വ ഭരണത്തിനെതിരെ എന്ത് നിലപാടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ബൂർഷ്വാ പാർട്ടികൾ എടുത്തിട്ടുള്ളത്? അവരതിനെ എതിർത്തില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 30 വർഷക്കാലമായി ഇത്തരം നിയമങ്ങളെ സമ്പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന നയമാണ് ഇന്ത്യയിലെ പാർട്ടികൾ എടുത്തിട്ടുള്ളത്.
ഇവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി. ഇടതുപക്ഷം മാത്രമാണ് ഈ നിയമങ്ങൾക്കെതിരായി, ഈ കരിനിയമങ്ങൾക്കെതിരായി ഇന്ത്യയിൽ സ്വതന്ത്രമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അടുത്ത പ്രശ്നം, ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും കലുഷിതമായ രാഷ്ട്രീയ കാലഘട്ടത്തിലാണ്. ഇന്ത്യൻ ഫാസിസം എന്ന് നമ്മൾ വിളിക്കുന്ന വർഗീയ ഫാസിസം അതിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യയിലെ വർഗീയതയ്ക്ക് വളരാൻ ആവശ്യമായ മണ്ണ് ഒരുക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നത് ചരിത്രപരമായി കൂടി നാം വിശകലനം ചെയ്യേണ്ടതുണ്ട്. 2014 മെയ് മാസത്തിൽ നരേന്ദ്രമോദി ഭരണത്തിലെത്തിയതോടുകൂടി ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഒന്നാണോ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ വളർച്ച? അങ്ങനെയാണ് നമ്മുടെ ലിബറലുകളും ഇന്ത്യയിലെ സ്വതന്ത്ര ചിന്തകരും അരാഷ്ട്രീയ ചിന്തകരും വലതുപക്ഷ മാധ്യമങ്ങളും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വസ്തുത എന്താ? ഇന്ത്യയിലെ വർഗീയതയ്ക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തോടൊപ്പം തന്നെ പഴക്കമുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ ലോകമെമ്പാടും ഇന്ന് നമ്മൾ ഫാസിസം എന്ന് വിളിക്കുന്ന ചിന്തകളുടെ ഉദയം രൂപപ്പെട്ടുകൊണ്ടിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ കേന്ദ്രീകരിച്ച് ഉയർന്നു വന്ന തൊഴിലാളി വർഗ ട്രേഡ് യൂണിയൻ മുന്നേറ്റങ്ങൾ, അതിനോടൊപ്പം തന്നെ നടന്നിട്ടുള്ള നവസാമ്രാജ്യത്വം, പുതിയ കോളനികൾ തേടിക്കൊണ്ടുള്ള യൂറോപ്യൻ മുതലാളിത്ത രാജ്യങ്ങളുടെ മുന്നേറ്റം, ഇത് രണ്ടും സൃഷ്ടിച്ച ഒരു വൈരുദ്ധ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഒരർത്ഥത്തിൽ യൂറോപ്പിലെ റിവൈവലിസ്റ്റ് പുനരുദ്ധാന പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിലും. ഇന്ത്യ എന്നത് ഏതാണ്ട് 5000-ഓളം വർഷം പഴക്കമുള്ള ഒരു സംസ്കൃതിയാണ് എന്നും ആ സംസ്കൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ബ്രാഹ്മണികം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു ചിന്ത രൂപീകരിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുനരുദ്ധാനവാദ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിലൊന്ന് അവർ അടിസ്ഥാനമാക്കി എടുത്തത് മുഴുവൻ യൂറോപ്യൻ ഓറിയൻ്റലിസ്റ്റ് ചിന്തകളായിരുന്നു എന്നതാണ്. അത് നമ്മൾ മറ്റൊരു വിഷയമാകട്ടെ. ഇങ്ങനെ ഇന്ത്യയിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ആരംഭിച്ച പുനരുദ്ധാനവാദ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ശക്തി പ്രാപിക്കുന്നത് 1920-കളോടുകൂടിയാണ്. എന്താ 20-കളുടെ പ്രത്യേകത? 20-കളിൽ 1917-ലാണ് ലോകത്താദ്യമായി തൊഴിലാളി വർഗം അധികാരം പിടിച്ചെടുക്കിക്കൊണ്ട് മാനവ ചരിത്രത്തിലാദ്യമായി പണിയെടുക്കുന്ന മനുഷ്യർ ഒരു രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക്, ഒരു രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നത് 1917-ലാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് നമ്മൾ പിന്നീട് വിളിച്ച റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട തൊഴിലാളി വർഗ രാഷ്ട്രം രൂപീകരിക്കുന്നത്. അത് ലോകമെമ്പാടും വലിയ ഉണർവ് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1920-കളിലെ ബോംബെയിലെ ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികളുടെ പണിമുടക്കുണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ അതിശക്തമായ കീഴാളവർഗ പ്രസ്ഥാനങ്ങൾ, ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, ബ്രാഹ്മണിക് അടിച്ചമർത്തലിനെതിരെയുള്ള ദളിത് മുന്നേറ്റങ്ങൾ ഒക്കെ ഇന്ത്യയിൽ അതിശക്തമായ രീതിയിൽ മുന്നേറുന്നത്. അതിൻ്റെ കൂടി ഭാഗമായാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം, ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഒരു ബഹുജന പ്രസ്ഥാനമായി, വളരെ പരിമിതമായ വക്കീലന്മാരുടെ ഒരു പ്രസ്ഥാനം, ഒരു പ്രഷർ ഗ്രൂപ്പ് എന്നതിൽ നിന്ന് മാറി ഒരു ബഹുജന സ്വാതന്ത്ര്യ പ്രസ്ഥാനമായി ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മാറുന്നത് 1920-കളോടുകൂടിയാണ്. അതിലേറ്റവും മുഖ്യമായ പങ്ക് വഹിച്ചത് അന്ന് കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അതിനകത്ത് പ്രവർത്തിച്ചിരുന്ന പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ ആണ് എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. കോൺഗ്രസിനകത്ത് ആദ്യമായി പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് സമ്പൂർണമായ സ്വാതന്ത്ര്യം, ബ്രിട്ടൻ്റെ ഒരു ഡൊമിനിയൻ പദവിയല്ല, ബ്രിട്ടൻ്റെ ഒരു കോളനി പദവിയല്ല, അർദ്ധ സ്വാതന്ത്ര്യമല്ല, മറിച്ച് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് വാദിച്ച, ഇന്ത്യക്കാരുടേതായ ഇന്ത്യയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് വാദിച്ചത് കോൺഗ്രസിനകത്ത് ഹസ്രത്ത് മൊഹാനി ഉൾപ്പെടെയുള്ള പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായി മാറിയ ഇടതുപക്ഷമായിരുന്നു എന്നതാണ് വസ്തുത. ആ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ കോൺഗ്രസ് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള, ബഹുജനങ്ങളാക്കി മാറ്റണമെങ്കിൽ മനുഷ്യർ ഒന്നിച്ചു നിൽക്കണം. ഇന്ത്യയിൽ അത് സാധ്യമല്ല. ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട് നിൽക്കുന്ന
ഒരു മനുഷ്യൻ മറ്റൊരാളുടെ മുമ്പിൽ നിന്ന് 32 അടി ദൂരേക്ക് അയിത്തത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ബഹുജന മുന്നേറ്റം സംഘടിപ്പിക്കാൻ സാധ്യമല്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യം ഇന്ത്യയിൽ ഉയർത്താൻ ഇടതുപക്ഷം അക്കാലത്ത് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ തയ്യാറായത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിൽ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള അയിത്തോച്ചാടന പദ്ധതികൾ, ഹരിജനോദ്ധാരണ പദ്ധതികൾ, വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തുടങ്ങിയ നിരവധിയായ പോരാട്ടങ്ങൾ വരുന്നത്. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് തന്നെ ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ നിർഭാഗ്യവശാൽ അപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വം, സംഘടനാപരമായ നേതൃത്വം ഇന്ത്യയിലെ ഭൂവുടമ വിഭാഗത്തിനായിരുന്നു. നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും അബ്രാഹ്മണൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ല എന്ന് വാശി പിടിച്ച, അതൊരു ജീവിത വ്രതം പോലെ മുന്നോട്ട് കൊണ്ടുപോയ മദൻ മോഹൻ മാളവ്യയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. ആ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി മദൻ മോഹൻ മാളവ്യയെപ്പോലൊരാൾ ഇരിക്കുന്ന സമയത്താണ് വൈരുദ്ധ്യമായി കോൺഗ്രസ് ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന പിന്നീട് ബ്രാഹ്മണ വിരുദ്ധ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് തമിഴ്നാട്ടിൽ നേതൃത്വം കൊടുത്ത ദ്രാവിഡ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആദ്യ പതികനായ പെരിയാർ തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഗാന്ധി നേരിട്ടിടപെട്ടുകൊണ്ടാണ് അദ്ദേഹത്തോട് രാജിവെക്കാനും പകരം രാജഗോപാലാചാരിയെ പ്രസിഡൻ്റാക്കാനും തീരുമാനിച്ചത്. അതിന് കാരണമായവർ പറഞ്ഞത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ബ്രാഹ്മണർക്ക് രാമസ്വാമി നായ്ക്കരുടെ തെരഞ്ഞെടുപ്പ് വലിയ നിരാശയുണ്ടാക്കും എന്ന കാര്യമായിരുന്നു. ഇതായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ 1920കളുടെ അവസാനത്തോടു കൂടി, പ്രത്യേകിച്ച് 1921 തന്നെ പുറത്തും പിന്നീട് 20കളുടെ അവസാനത്തോടു കൂടി സമ്പൂർണ്ണമായും ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കോൺഗ്രസിന് പുറത്തു നിൽക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപീകരിക്കാൻ തയ്യാറായി. 1930കളിൽ തന്നെ കോൺഗ്രസ് അവരുടെ നയപരിപാടിയായി ഈ ജാതി വിരുദ്ധ പോരാട്ടങ്ങളെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ജാതിയെ പുനരുജ്ജീവിപ്പിക്കുന്നത്, നിലനിർത്തുന്നത് ഇന്ത്യയിലെ ജന്മിത്ത ഭൂവുടമ വ്യവസ്ഥയാണ് എന്ന് തിരിച്ചറിയപ്പെട്ടിരുന്നു. അത് തിരുത്തണമെങ്കിൽ, ഇന്ത്യയിലെ ജാതി മേധാവിത്വത്തെ അവസാനിപ്പിക്കണമെങ്കിൽ ഇന്ത്യയിലെ ഭൂവുടമ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തണം, ജന്മിത്തം അവസാനിപ്പിക്കണം. ഇന്ത്യയിൽ 1920കളുടെ അവസാനത്തോടുകൂടി കമ്മ്യൂണിസ്റ്റുകാരാണ് ജന്മിത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉന്നയിക്കപ്പെടുന്നത്. ആ മുദ്രാവാക്യത്തിൻ്റെ അനുരണനങ്ങൾ കോൺഗ്രസ്സിലും മറ്റ് പ്രസ്ഥാനങ്ങളിലും ഉണ്ടായപ്പോഴാണ് കോൺഗ്രസ് 1930കളുടെ തുടക്കത്തിൽ തന്നെ ജന്മിത്വത്തിനെതിരായ നിലപാടെടുക്കാൻ തീരുമാനിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം പ്രാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രഖ്യാപിത നയമായി ഭൂപരിഷ്കരണം നടപ്പിലാക്കുമെന്ന് 30കളിൽ തന്നെ കോൺഗ്രസ്സിന് പറയേണ്ടി വന്നു. പക്ഷെ നിങ്ങൾ നോക്കൂ, സ്വാതന്ത്ര്യാനന്തരം എന്താ സംഭവിച്ചത്? 1947 ഇന്ത്യയിൽ സംഭവിച്ചത് ഒരു പാസീവ് റവല്യൂഷനായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഭൂവുടമ സമ്പ്രദായത്തിന്, ലെജിസ്ലേറ്ററിന്, ജുഡീഷ്യറിക്ക്, മാധ്യമങ്ങൾക്ക് ഒന്നും തന്നെ യാതൊരു മാറ്റവുമില്ലാതെ കേവലമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ വക്താക്കളിൽ നിന്ന് ഇന്ത്യയിലെ ഭൂവുടമ വിഭാഗത്തിൻ്റെ കൈകളിലേക്ക് വളരെ സന്തോഷപൂർവ്വം അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് 1947 ആഗസ്റ്റ് 15 നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജന്മി ഭൂവുടമ വർഗത്തിന്, ഇന്ത്യൻ ഭരണത്തെ നിയന്ത്രിച്ചിരുന്ന ബൂർഷ്വാ വർഗങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഈ അധികാര കൈമാറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടായില്ല. കേരളവും ബംഗാളും ത്രിപുരയും ഉൾപ്പെടെയുള്ള, ഒരുപക്ഷെ കാശ്മീരും ഉൾപ്പെടെയുള്ള ചുരുക്കം ഇടങ്ങളിലൊഴിച്ച് മറ്റെവിടെയും ഈ നിമിഷം വരെ ആ അർത്ഥത്തിലുള്ള ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. കോൺഗ്രസ് അപ്പോഴും ഇന്ത്യയിലെ ഭൂവുടമ വിഭാഗത്തിൻ്റെ, ഇന്ത്യയിലെ ബൂർഷ്വാസിയുടെ പാർട്ടി എന്ന നിലയിലാണ് നിലകൊള്ളാൻ തയ്യാറായത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ കർഷകർ, പ്രത്യേകിച്ച് വൻകിട കർഷകർ വലിയ രീതിയിൽ സമ്പന്നരാവുകയും കർഷക തൊഴിലാളികളായ, അവരുടെ പാടങ്ങളിൽ പണിയെടുക്കുന്ന ദളിതനായ, ഏറ്റവും ദരിദ്രരായ മനുഷ്യർ കൂടുതൽ അപമാനവീകരിക്കപ്പെടുകയും ദരിദ്രരാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പുതിയ വ്യവസ്ഥ സംജാതമായി.
ആ വ്യവസ്ഥയിലാണ് ഇന്ത്യയിലെ ജാതി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നത്. 70കളുടെ അവസാനത്തോടു കൂടി കോൺഗ്രസ് അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്ക്, രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന അവസ്ഥയും ഉണ്ടായി. 80കൾ മുതൽ കോൺഗ്രസ് അതിനെ തകർക്കാൻ, ഈ പ്രതിസന്ധിയെ മുറിച്ചു കടക്കാൻ തയ്യാറായത് ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. 84 ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ 450ഓളം സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വന്ന കോൺഗ്രസ് തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ അസാം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഈ ഘട്ടത്തിലാണ് ഷാ ബാനു കേസ് രംഗത്ത് വരുന്നത്. ഷാ ബാനു എന്ന മുത്തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീക്ക്, വൃദ്ധയായ സ്ത്രീക്ക് ജീവനാംശം നൽകാനുള്ള ബാധ്യത അവരുടെ ഭർത്താവിനുണ്ട് എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി വിധിച്ചപ്പോൾ അന്ന് അതിനെതിരെ പ്രതിഷേധവുമായി ഇന്ത്യയിലെ മുസ്ലിം ക്ലർജി, പൗരോഹിത്യവർഗം രംഗത്തിറങ്ങി. അന്ന് ആ പൗരോഹിത്യവർഗത്തെ ഒപ്പം നിർത്തി തങ്ങളുടെ വോട്ട് ബാങ്കിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഏറ്റവും സ്ത്രീവിരുദ്ധമായ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ, ഓമനപ്പേരിൽ സ്ത്രീവിരുദ്ധമായ വെറും 90 ദിവസം മാത്രം ജീവനാംശം നൽകിയാൽ മതി എന്ന് നിയമം പാസാക്കാൻ രാജീവ് ഗാന്ധി സർക്കാർ തയ്യാറായി. അതിനെ തുടർന്നാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം സടകുടഞ്ഞെഴുന്നേൽക്കാൻ തയ്യാറാകുന്നത്. 925കൾ മുതൽ തന്നെ ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയമുണ്ട്. ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇന്ത്യയിലൊരു വലിയ ഉണർവ് ഉണ്ടാകുന്നത് അവർക്ക് ഈ 80കളിലെ സംഭവങ്ങളാണ്. അതിൻ്റെ ഭാഗമായി ഒരു വശത്ത് നിങ്ങൾ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നു എന്ന രാഷ്ട്രീയം ഉയർത്താൻ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ സാധിക്കും. കോൺഗ്രസിൻ്റെ തകർച്ചയെ അവർ വലിയ രീതിയിൽ ഉപയോഗിക്കുവാൻ തയ്യാറായി. ഇതിനെ പ്രതിരോധിക്കുവാൻ, മുറിച്ചു കിടക്കാൻ അടുത്ത വർഗീയതയാണ് കോൺഗ്രസ് ഉപയോഗിച്ചത്. 948 മുതൽ പൂട്ടിക്കിടക്കുകയായിരുന്ന അയോധ്യയിലെ ബാബറി മസ്ജിദ് ഹിന്ദുത്വവാദികൾക്ക് രാംലല്ലയെ ആരാധന ചെയ്യാൻ വേണ്ടി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത് 986 അന്നത്തെ രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ്. അതോടുകൂടിയാണ് ഇന്ത്യയിലെ രാമജന്മഭൂമി പ്രസ്ഥാനം ശക്തിപ്പെടുന്നത്. 1980കളിൽ തന്നെ അത് രൂപീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ആ രാമജന്മഭൂമി പ്രസ്ഥാനം ഇന്ത്യയിൽ ശക്തിപ്പെടുന്നത് അതോടുകൂടിയാണ്. 1989 തെരഞ്ഞെടുപ്പ് പ്രചരണം രാജീവ് ഗാന്ധി ആരംഭിക്കുന്നത് അയോധ്യയിൽ നിന്നാണ്. കെട്ടിയുണ്ടാക്കിയ രഥത്തിന് മുകളിൽ കയറി രാമരാജ്യം സൃഷ്ടിക്കാനുള്ള തൻ്റെ അശ്വമേധം ഞാനിവിടെ ആരംഭിക്കുകയാണ് എന്ന് 1989 തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് അയോധ്യയിൽ വെച്ചാണ്. സ്വാഭാവികമായും വർഗീയതയിൽ എ ടീമും ബി ടീമും ഇല്ല. ഏറ്റവും ഉയർന്ന വർഗീയത പറഞ്ഞാൽ BJPക്ക് 84ൽ 2 സീറ്റായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 89 ആകുമ്പോഴേക്കും 81 സീറ്റോടുകൂടി അതിശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായി വളരാൻ കഴിഞ്ഞു. 90കളോടുകൂടി കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളും അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് എത്തി. ഇന്ത്യൻ ബൂർഷ്വാസിയെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യയിൽ നടത്തിയിരുന്ന ലൈസൻസ് രാജ് അതിൻ്റെ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക് മാറുകയും 80കളുടെ അവസാനത്തോടു കൂടി ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ എന്ന പേരിൽ ഇന്ത്യയുടെ വിപണികളെ പൂർണ്ണമായും ആഗോളീകരണത്തിന്, നവലിബറൽ നയങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ തയ്യാറാവുകയും ചെയ്തു. ഇത് രണ്ടും സൃഷ്ടിച്ച ഒരു പുതിയ രാഷ്ട്രീയ അവസ്ഥയിൽ ഹിന്ദുത്വ വർഗീയതയും അതോടൊപ്പം നവലിബറൽ നയങ്ങളും സൃഷ്ടിച്ച ഒരു പുതിയ രാഷ്ട്രീയ അവസ്ഥയിലാണ് കഴിഞ്ഞ 30 വർഷമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക. ജനങ്ങൾ അതിരൂക്ഷമായ രീതിയിൽ പട്ടിണിയിലേക്ക് പോവുകയാണ്. ഓരോ മേഖലകളിലും സർക്കാർ നൽകേണ്ട ആനുകൂല്യങ്ങളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയാണ്. പകരം നിങ്ങൾ മത്സരിച്ച് നേടേണ്ടതാണ് എല്ലാ അവകാശങ്ങളും എന്ന ബോധ്യത്തിലേക്ക് ജനങ്ങൾ എത്തുകയാണ്. ഓരോ അപരനും അവനവൻ്റെ ശത്രുവായി മാറുകയും നിരന്തരമായി മത്സരിക്കുകയും അങ്ങനെ ഓരോ മനുഷ്യരുടെയും എലിമിനേഷൻ റൗണ്ടുകളിലൂടെ മാത്രമേ എനിക്ക് വിജയിക്കാൻ കഴിയൂ എന്നും വിശ്വസിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്കാണ് ഇന്ത്യയിലെ
നവലിബറൽ നയങ്ങൾ നമ്മെ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ, വലിയ വിഭാഗങ്ങളെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ സാമുദായികമായി സംഘടിക്കേണ്ടതുണ്ട്. ഒരു സമുദായം വിരുദ്ധരാണ്, അവരവകാശങ്ങളില്ലാത്തവരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതോടെ ഒരു വലിയ വിഭാഗത്തെ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും. എൻ്റെ അവകാശങ്ങൾ നേടാൻ സാമുദായികതയുടെ, ജാതിയുടെ എല്ലാം വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ അതിനെ ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യയിലെ ജനജീവിതം മാറുകയാണ്. 90-കൾക്ക് ശേഷം വർദ്ധിച്ചു വരുന്ന ജാതീയതയെ, മതവികാരത്തെ നിങ്ങൾ ഏത് രീതിയിലാണ് ബൗദ്ധികമായി വിശകലനം ചെയ്യുക? ഇതാണ് അതിൻ്റെ രാഷ്ട്രീയം. ഈ മത്സരത്തിൽ പെടുന്ന മനുഷ്യർ ഏത് സാമുദായികതയെയും ജാതീയതയും ഉപയോഗിച്ച് അവനവൻ്റെ വിഭവങ്ങൾ, പരിമിതമായ വിഭവങ്ങൾ, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം ഇത് നേടിയെടുക്കാനുള്ള ശ്രമം കൂടി നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ വ്യവസ്ഥ സൃഷ്ടിക്കുന്ന അപമാനവീകരണം, ഏലിയനേഷൻ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആൾദൈവങ്ങൾ ഉൾപ്പെടെയുള്ള, ശ്വാസം വിടൽ ഉൾപ്പെടെയുള്ള, പുതിയ സ്ട്രെസ് മാനേജ്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ള, പുതിയ ഹിന്ദുത്വം ഉൾപ്പെടെയുള്ള, വർഗീയത ഉൾപ്പെടെയുള്ള, വയലു പ്രഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ തന്ത്രങ്ങളിലേക്ക് മനുഷ്യർ കേവലമായി എത്തിപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു അപമാനവീകരിക്കപ്പെട്ട സാമൂഹിക വ്യവസ്ഥയിലേക്ക് ഇന്ത്യ മാറുകയാണ്. മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം തെരുവിൽ പരസ്പരം തല്ലി മരിക്കുന്ന, തല്ലിക്കൊല്ലുന്ന, ഏത് നിമിഷവും അപരനെ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യരായി നമ്മൾ ഓരോ ദിവസവും മാറുകയാണ്. ഈ അപമാനവീകരണമാണ് നവലിബറലിസത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന. ലോകമെമ്പാടും ഇതുണ്ട്. ഇതാദ്യമായി നടപ്പിലാക്കപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ എങ്ങനെയാണ് തീവ്ര വലതുപക്ഷം അധികാരത്തിലെത്തുന്നത്? റേസിസ്റ്റുകൾ, സെനോഫോബിക് ആയിട്ടുള്ള, ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള, കുടിയേറ്റ വിരുദ്ധരായിട്ടുള്ള രാഷ്ട്രീയം അധികാരത്തിലെത്തുന്നത് എന്നതുകൂടി നമ്മൾ ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു രാഷ്ട്രീയത്തെ നേരിടാൻ വർഗപരമായ മുന്നേറ്റത്തോടു കൂടി മാത്രമേ സാധ്യമാകൂ. ലോക ചരിത്രത്തിൽ എവിടെയൊക്കെ ഫാഷിസത്തെ പരാജയപ്പെടുത്തിയിട്ടുണ്ടോ അത് ഒരു ലിബറലുകളുമല്ല, ഒരു വലതുപക്ഷവുമല്ല, ചെങ്കൊടിയേറ്റിയ മനുഷ്യർ നടത്തിയ, ചെമ്പട നടത്തിയ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ നടത്തിയ, തൊഴിലാളി വർഗം നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ മാത്രമേ ലോകത്ത് ഫാഷിസത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. ഇതാണ് വസ്തുത. കാരണം ഫാസിസം എന്നത് ജീർണമായ മുതലാളിത്തത്തിൻ്റെ രൂപമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുതലാളിത്തത്തിനെതിരെയുള്ള സമരം നടത്താൻ ലോകത്ത് ഒരു വർഗത്തിന് മാത്രമേ കഴിയൂ, അത് തൊഴിലാളി വർഗത്തിനാണ്. ജർമ്മനിയിലെ നാസിസത്തെ പരാജയപ്പെടുത്തിയത് ജൂതന്മാരുടെ ഐക്യനിരയല്ല. സ്പെയിനിലെ ഫാഷിസത്തെ പരാജയപ്പെടുത്തിയത്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഫാഷിസത്തെ പരാജയപ്പെടുത്തിയത്, ഇതെല്ലാം അതാത് രാജ്യങ്ങളിലെ തൊഴിലാളി വർഗ മുന്നേറ്റങ്ങളാണ്. ആ പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചെമ്പടയുടെ കോടിക്കണക്കിന് മനുഷ്യർ ജീവത്യാഗം ചെയ്ത രക്തസാക്ഷിത്വത്തിൽ നിന്നാണ് ലോകം നാസിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും ഭീതിയിൽ നിന്ന് കരകയറിയത് എന്ന ചരിത്രപാഠവും നമ്മുടെ മുമ്പിലുണ്ട്. ഈ ചരിത്രപാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വിപുലമായ തൊഴിലാളി വർഗ മുന്നേറ്റത്തിനുള്ള സാധ്യതയാണ് നാം പരിശോധിക്കേണ്ടത്. റോസ ലക്സംബർഗ് ഒരിക്കൽ പറയുകയുണ്ടായി, പരാജയപ്പെട്ട തൊഴിലാളി വർഗ വിപ്ലവങ്ങളാണ് ഫാസിസത്തിന് വഴിതെളിക്കുന്നത് എന്ന്. ഇന്ത്യയിൽ നമ്മൾ ആ മുദ്രാവാക്യത്തെ തിരിച്ചിടാൻ പോവുകയാണ്. ഇന്ത്യയിലെ പരാജയപ്പെടുന്ന ഫാഷിസമാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗ വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും സംശയത്തോടെ ചോദിച്ചേക്കാം, നമ്മൾ എവിടെയാണുള്ളത്? ഈ കേരളത്തിലും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ചെറിയ തോതിലുമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഒരു തൊഴിലാളികൾ വർഗത്തിന് എങ്ങനെയാണ് ഈ ഫാഷിസത്തെ, ഇന്ത്യയിലെ അതിശക്തമായ ബ്രാഹ്മണിക ഫാസിസത്തെ തോൽപ്പിക്കാൻ കഴിയുക? എളുപ്പമല്ലല്ലോ അത് എന്ന് നമ്മൾ സംശയിക്കാം. പക്ഷേ മനുഷ്യർ, തൊഴിലെടുക്കുന്ന മനുഷ്യർ, ചൂഷിതരായ മനുഷ്യർ ലോകത്തെവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി വർഗ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ വിത്തുകളുണ്ട്. അത് മണ്ണിൽ കുഴിച്ചു കിടക്കുകയാണ് എന്ന് മാത്രം. അനുകൂലമായ സാഹചര്യമുണ്ടാകുമ്പോൾ,
വിപ്ലവത്തിനെക്കുറിച്ചുള്ള, തൊഴിലാളി വർഗ മുന്നേറ്റത്തെക്കുറിച്ചുള്ള ചിന്തകളുണ്ടാകുമ്പോൾ അത് നനയ്ക്കപ്പെടുകയും വളർന്ന് പന്തലിക്കുകയും ചുവന്ന പൂക്കളായി ഇന്ത്യയിലെ തൊഴിലാളി വർഗ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും. ഇതാണ് ചരിത്രത്തിലെ അനുഭവം. ലോകമെമ്പാടും നടന്ന തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾ ഒരു വലിയ ഭൂരിപക്ഷത്തെ, അവരുടെ പൊതുബോധത്തെ തിരുത്തിക്കൊണ്ടുണ്ടായതല്ല, മറിച്ച് അവരെങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന ഒരു സവിശേഷമായ സാഹചര്യത്തെ, ചരിത്ര സാഹചര്യത്തെ ഉപയോഗിച്ചു കൊണ്ടുണ്ടായതാണ്. പതിനായിരക്കണക്കിന് വർഷങ്ങളായുള്ള ബൂർഷ്വാ ഫ്യൂഡൽ പൊതുബോധമാണ് നമ്മയൊക്കെ നയിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ, കമ്മ്യൂണിസ്റ്റുകാരനാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഇത്തരം ചിന്തകളെ ഒരു വർഗസമരത്തിലൂടെ, അവനവൻ്റെ ഉള്ളിൽ നടക്കുന്ന വർഗസമരത്തിലൂടെ നാം തോൽപ്പിക്കേണ്ടതുണ്ട്. ആ തോൽപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി നമുക്ക് മാറാൻ കഴിയുക. അതുകൊണ്ടാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തത്താൽ, മാർക്സിസം ലെനിനിസത്താൽ നയിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫാസിസത്തെ, ഈ മൂലധന ആധിപത്യ ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 3 വർഷത്തിലൊരിക്കൽ ഇന്ത്യയിൽ നടക്കുന്ന ഇതിൻ്റെ സമ്മേളനങ്ങൾ ചരിത്രപ്രധാനമാകുന്നത്. ആത്മനിഷ്ഠമായും വസ്തുനിഷ്ഠമായും നാം നടത്തുന്ന വിമർശനങ്ങളിലൂടെ, അതിനിശിതമായ വിമർശനങ്ങളിലൂടെ, വസ്തുനിഷ്ഠ സാഹചര്യത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളിലൂടെ ഇന്ത്യൻ മുതലാളിത്തത്തെ, അതിൻ്റെ ഏറ്റവും ജീർണരൂപമായ ഇന്ത്യൻ വർഗീയ ഫാസിസത്തെ പരാജയപ്പെടുത്താനുള്ള ഉജ്ജ്വലമായ പദ്ധതികളും ചർച്ചകളുമാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരാൻ പോകുന്നത്. ആ ഉജ്ജ്വലമായ ചർച്ചകളിലും അതിനുശേഷം നടക്കുന്ന പ്രവർത്തന പരിപാടികളിലും വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.